ആ വരൂ വരൂ. ആ അമ്മമ്മ വന്നു എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും എത്തിയല്ലോ. മാഷേ, ഇവരൊക്കെ നന്നായി പഠിക്കണില്ലേ? പിന്നെന്താ, അവരൊക്കെ മിടുക്കന്മാരല്ലേ. ഞാൻ ഇവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോട്ടെ മാഷേ? അതിനെന്താ, അമ്മമ്മ കൊണ്ടുപോയിക്കോളൂ. ബൾബ് ആരാ ഉണ്ടാക്കിയതെന്ന് അറിയോ അമ്മമ്മയ്ക്ക്? എഡിസൺ, തോമസ് ആൽവ എഡിസൺ. മാഷു പറഞ്ഞു 1000 തവണ നോക്കിയിട്ടോ ശരിയായില്ലത്രേ. ആപ്പിള് താഴേക്ക് വീഴുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അമ്മൂമ്മക്ക്? ബോടാ പൊട്ടാ, അതൊക്കെ അമ്മമ്മോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മമ്മ കുട്ടികളെ എത്തിയല്ലോ. അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടണില്ല കൃഷ്ണ, അതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വരണേ. അത് ശരിയാ. ഇന്ന് ചൂടുള്ള പൊറോട്ട എടുത്താലോ എല്ലാവർക്കും? ആ
കഴിച്ചോളൂ കേട്ടോ. എനിക്ക് കട്ടൻ മാത്രം മതി കൃഷ്ണ. ആയിക്കോട്ടെ. ഗോപി, ഒരു കട്ട ഇവിടെ കൊടുക്ക്. ഇത് സഭയ്ക്കുള്ള പാട്ടാണ്, പക്ഷേ സഭയ്ക്ക് പാട്ട് മാത്രം പോരാന്ന്. കേട്ടുകൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് ഓഫ് 95-ൽ സുനിൽ സൂര്യ ഷോ ഈസി ചെയർ. കഴിഞ്ഞോ? ഇനി ഓരോ പഴംപൊരി കൂടി ആവാല്ലേ? ആ ആയിക്കോട്ടെ. ചൂടുണ്ടേ? ആഹാ, ഇന്നെന്താ കഴിച്ചത്? പൊറോട്ട. അതത്ര നല്ലതല്ല. ആ, ഇനി ഹോസ്റ്റലിലേക്ക് പോയിക്കോളൂ. നന്നായി ശ്രദ്ധിക്കണേ മാഷെ. ഇവരൊക്കെ ഒന്ന് നന്നായി കാണണമെന്നേ ഉള്ളൂ എനിക്ക്. അതിനായി പെടാപ്പാടൊക്കെ പെടണത്. എനിക്കെന്തെങ്കിലും സംഭവിച്ച പിന്നെ ഈ കുട്ടികൾക്ക് ഏയ്, അമ്മമ്മ വിഷമിക്കണ്ട. അവരെ കുറിച്ച് പേടിക്കുകയും വേണ്ട. നന്നായി പഠിക്കണ്ടല്ലോ അവരൊക്കെ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ അമ്മമ്മേ, ധൈര്യമായിട്ട് പൊക്കോളൂ. മാഷേ, ആരാ ഒരു മാഷേ? കണ്ണീരല്ലിത്, ചോരയാണ് മാഷേ. പാവം, സങ്കടങ്ങളുടെ ഒരു മഹാസാഗരമാണ് അവർ. അവരാരാ മാഷേ? ആ കുട്ടികൾ അവരുടെ ആരാ? അവരുടേത് വലിയൊരു കഥയാണ്. 4 വർഷം മുമ്പ് മൂത്ത കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വന്നപ്പോഴാണ് ഞാനിവരെ ആദ്യമായിട്ട് കാണുന്നത്. ഇവിടെ ഹോസ്റ്റലുള്ളതുകൊണ്ടാണ് കുട്ടിയെ ഈ സ്കൂളിൽ തന്നെ ചേർത്തത്. രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തേതിനെയും ഇവിടെ ചേർത്തു. ഇപ്പതാ മൂന്നാമത്തെ കുട്ടിയെയും. മൂത്ത കുട്ടി ഇപ്പോൾ 9ലാണ്. ആദ്യം ആ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ ആ കുട്ടിക്ക് ഹോസ്റ്റലിൽ താമസിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇഷ്ടണ്ടായിട്ടല്ല ചേഷണ മാഷേ. ഓൻ ചെറിയ കുട്ടിയല്ലേ. എൻ്റെ ചൂട് പറ്റി കിടക്കാൻ തന്നെയാ ഓനിഷ്ടം. ഓനെ ലാളിച്ചിട്ട് എനിക്ക് മതിയായിട്ടൊന്നുമില്ലല്ലോ. ഭാരം താങ്ങാൻ വയ്യാഞ്ഞിട്ടാ മാഷെ. അമ്മയില്ലാത്ത 3 കുട്ടികളല്ലേ എനിക്ക്. ഈ സ്ത്രീ നേരത്തെ വിധവയായി. ഒരേ ഒരു മകൾ. ലാളിച്ചു തന്നെയാണ് വളർത്തിയത്. അവളെ പണിക്കൊന്നും അമ്മമ്മ പറഞ്ഞയച്ചിരുന്നില്ല. പകരം അവർ എല്ലുമുറിയെ പണിയെടുത്തു. പണി ചെയ്തു കൊണ്ടുവരുന്ന പണം കൊണ്ടെങ്കിലും അവൻ്റെ മുഖമൊന്ന് തെളിയട്ടെ എന്ന് കരുതി. എന്നിട്ടും കലഹം. ലതേ, 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 എന്താടി അവിടെ നമുക്ക് പണി? എന്താ ഏട്ടാ? എത്ര തവണ ചോദിക്കണി പൈസ എന്നോട്? എന്റെ എവിടുന്ന ഏട്ടാ പൈസ?
തള്ളയും മോളും കൂടി എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചല്ലേ? എന്താ ഏട്ടാ, എന്താ അതൊക്കെ? 2 ദിവസമായി പൈസക്ക് പിന്നാലൊക്കെ തുടങ്ങിയിട്ട്. കൊല്ലു ഞാൻ രണ്ടിനി. കൊണ്ടൊരു പൈസ. എന്തിനാടാ ദ്രോഹിക്കണേ? ആശ വിടറി. മാടിയില് കെട്ടിപ്പൂട്ടി നടക്കുക. അന്ന് അമ്മമ്മ സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ തേങ്ങി തേങ്ങി കരയായിരുന്നു. അപ്പം ഈ കുട്ടികളുടെ അച്ഛനും അമ്മയോ? കൊന്നതാ മാഷേ, കൊന്നതാ എൻ്റെ കുട്ടിയെ. എടി സത്യം പറയടി. പറയടി സത്യം. എടി നിന്നെ എനിക്ക് അറിയാൻ മതി. ഇപ്പൊ കുട്ടികൾ കൂടെ ഇല്ലാതെ പാവ എങ്ങനെയാ വീട്ടിൽ ഒറ്റയ്ക്ക്? കുട്ടികളെ നെഞ്ചോട് ചേർത്ത് വളർത്തണമെന്ന് അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ. കുട്ടികൾക്ക് 100 ആവശ്യങ്ങളുണ്ട് മാഷേ. അവരത് പറയുമ്പോൾ അമ്മമ്മ മടിയിൽ നിന്നും ഒഴിഞ്ഞ നോട്ടുകളും ചില്ലറ തൊട്ടുകളും ഒക്കെ അവർക്കെടുത്ത് കൊടുക്കാറുണ്ട്. നിശബ്ദരായി അവരത് വാങ്ങിക്കുന്നത് എത്രയോ തവണ ഞാൻ കണ്ടിരിക്കുന്നു. അവർക്കതിനല്ലേ കഴിയൂ. എൻ്റെ വേവലാതി അതൊന്നുമല്ല മാഷേ. കുട്ടികൾ വളരെയാണ്. വർണ്ണത്തിളപ്പിൻ്റെ ഈ ലോകം വളരെ പെട്ടെന്ന് അവരെയൊക്കെ മാറ്റിമറിക്കും. പിന്നെ ഈ മുഷിഞ്ഞ വസ്ത്രം അണിഞ്ഞു വരുന്ന അമ്മമ്മയെ വെറുപ്പോടെയായിരിക്കും അവർ കാണുക. ആലോചിക്കാനേ വയ്യ മാഷേ.